ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 5 സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ പപ്പായ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് പപ്പായ പൊട്ടിച്ചിട്ട് വരാം. നമുക്ക് ഇതിന് വേണ്ടി നാച്ചുറലായിട്ടുള്ള, അതായത് പപ്പായൻ്റെ പൾപ്പൊക്കെ മേടിക്കാൻ കിട്ടും. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് സ്കിന്നൊക്കെ യെല്ലോ കളറായിട്ടുള്ള പപ്പായയാണ് നല്ലത്. അങ്ങനെ ഗ്രീൻ കളർ തന്നെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പം അതിൻ്റെ ചുണയുണ്ടല്ലോ, അപ്പോൾ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി കട്ട് ചെയ്യാൻ. പിന്നെ നല്ല പഴുത്ത പപ്പായ ആയ കാരണം പെട്ടെന്ന് ഇങ്ങനെ കട്ടായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിങ്ങനെ നാടൻ പപ്പായ എടുക്കുകയായിരിക്കും ബെറ്റർ കേട്ടോ. മറ്റേ മേടിക്കുന്ന പപ്പായ ആകുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവില്ല. അപ്പോൾ കടകളിൽ നിന്നായാലും നമുക്ക് നാടൻ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുരു നിറയെ ഉള്ളതാണ് നാടൻ പപ്പായ. 1-2 കുരുള്ള പപ്പായൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, വേറെ ടൈപ്പൊക്കെ ആവും. അപ്പോൾ ഇതേപോലെ കുരു നിറച്ചുള്ള പപ്പായാണ് തനി നാടനായിട്ടുള്ള പപ്പായ കേട്ടോ. പിന്നെ നമുക്ക് ഈ കുരു വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ വിരശല്യം, അതുപോലെ എന്താ പറയുക, അങ്ങനെ ഞാൻ നാളെ യൂട്യൂബിൽ ഇത് കണ്ടതാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പപ്പായ ജസ്റ്റ് ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് നോക്കിയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ട് മിക്സിയിലടിച്ച് മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ. കുറച്ച് നമുക്ക് ഓരോ സ്റ്റെപ്പിന് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലൻസിങ്, അതിന് വേണ്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പപ്പായയിൽ നിന്ന് കുറച്ചും, അതുപോലെ തന്നെ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റീമിങ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ തുണിമുക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്ത പീസ് എടുക്കാം, അല്ലെങ്കിൽ പൾപ്പ് എടുക്കാം കേട്ടോ. കട്ട് ചെയ്ത പീസാകുമ്പോൾ ഇത്രയും കൂടി നല്ലതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പപ്പായ വെച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി അരച്ച് വെച്ചിട്ടുള്ള പപ്പായ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കടലമാവ് എടുത്തേക്കണം കേട്ടോ. വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇതിൽ വേറെ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഹണി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ എന്തായാലും വേണം. 1/2 ടീസ്പൂണിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഹണി ആയ കാരണമാണ് ഇങ്ങനെ കട്ടിയിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും 5 സ്റ്റെപ്സാണുള്ളത്. ഒരു സ്റ്റെപ്പ് നമ്മൾ സ്റ്റീമിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റെപ്സാണുള്ളത്. ഞാനിങ്ങനെ ബൗളായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. 5 സ്റ്റെപ്സാണുള്ളത്. 4 ഞാനിങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾ സ്റ്റീമിങ് ആണ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസിങ് നോർമലി ഒരു ഫേസ് വാഷ് ഇട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് എടുത്തിട്ടുള്ളത് പാലാണ്. പാലിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ പാഡ് എടുത്തിട്ട് അതിന് ഇങ്ങനെ ഈ പാലിൽ, തണുത്ത പാലാണ് കേട്ടോ, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊക്കെ ഫേസ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ ഫേസ് എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നും. ഇത് ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ നമുക്ക് 2 തവണ, മാക്സിമം പോയാൽ 3 തവണ ചെയ്താൽ മതി കേട്ടോ. അതിന് കൂടുതൽ ചെയ്യണ്ട. പിന്നെ ഈ മിൽക്ക് വെച്ചിട്ട്, പാൽ വെച്ചിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഫേസ് വാഷ് ഇട്ട് ചെയ്യണം കേട്ടോ. ആണോ, ഇപ്പോൾ ഡേറ്റൊന്നും കാര്യങ്ങളില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് മറക്കാണ്ട് ചെയ്യാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മസാജിങ് ആണ്. മസാജിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പപ്പായ ഉണ്ടല്ലോ, പപ്പായ ഞാൻ മിക്സിയിൽ അടിച്ചു, കൈ കൊണ്ട് ആക്കിയില്ല. അതിൽ ഇത്തിരി അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഫേസിൽ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഇതിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ക്രബിങ്ങിന്റെ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടും.
ആദ്യം തന്നെ നമ്മൾ ഓൾ ഓവർ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഓൾസോ നെക്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കണ കാരണം നെക്ക് കാണിക്കാത്തതാണ്, നെക്കിലും ചെയ്യണം. അതുപോലെ തന്നെ ചെവിയിൽ ചെയ്യാം. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ചെയ്യാത്ത. അല്ലെങ്കിൽ ഞാൻ ചെവി, കഴുത്ത്, ഇപ്പോൾ കുളിക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിലും കാലിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഇനി ഇത് നമ്മൾ എന്താ വെച്ചാൽ സ്ക്രബ് ചെയ്യാം. ചെറുതായിട്ട് തരിതരിപ്പുള്ളൂ. നമ്മൾ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ട് തരിതരിപ്പുള്ളൂ. ജെന്റിലായിട്ട് സ്ലോലി ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്ന്, അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും കേട്ടോ. ഇത് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫേസ് എന്താ പറയുക, നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ എന്താ പറയുക നല്ല സോഫ്റ്റ് ആവും. ഏത് സ്ക്രബിങ് ചെയ്താലും നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. നമുക്കിത് സ്ക്രബിങ് എപ്പോഴും നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട്. അതുപോലെ സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രബിങ് ചെയ്ത് നമ്മളിങ്ങനെ വെറുതെ വിടാൻ പാടില്ല, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സ്ക്രബിങ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റീമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റീമിങ് ചെയ്തിട്ട് മസാജിങ് ചെയ്യും, അതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു നമ്മൾ നേരത്തെ ഞാനിത് ക്ലെൻസിങ്ങിന് യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കർച്ചീഫാണ്, കോട്ടൻ്റെ ഒരു ടർക്കിയൊക്കെ പോലെ. അപ്പോൾ ഇത് ഞാൻ സ്റ്റീം ചെയ്ത വെള്ളത്തിൽ ചൂടാക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇടാണ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റീമർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, എളുപ്പം ഇതാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫേസ് നമുക്ക് സ്റ്റീം കൊടുക്കുമ്പോൾ നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന സ്റ്റെപ്സിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ആവും. കാരണം നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് മസാജിങ് ആണ്, ഒരു പപ്പായ മസാജിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് മാഷ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ മുഴുവനായിട്ടുള്ളത് എടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊലിയോട് കൂടിയിട്ട് എടുക്കില്ലേ, അങ്ങനെ ചെയ്യാം കേട്ടോ. തൊലിയുടെ ഉള്ളിലത്തെ ആ സ്കിന്ന് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച പപ്പായാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ട് കുറച്ച് നേരം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു രാത്രിയിലൊക്കെ നമുക്കൊരു സ്ലീപ്പിംഗ് ലിപ് മാസ്ക് പോലെയൊക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലിപ്സൊക്കെ നമുക്കിപ്പോൾ ഈ സമ്മർ സീസണിൽ ഡ്രൈ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് മസാജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫേസ് വാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്നും ഞാനൊന്ന് വാഷ് ചെയ്യുന്നില്ല, ഒന്ന് വൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നില്ല, നമുക്കൊരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കേട്ടോ, നല്ല നമുക്ക് ശരിക്കും എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് ഗ്ലോ, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ ഈ പപ്പായ വെച്ചിട്ട്. പപ്പായ പൊതുവെ എനിക്ക് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പപ്പായ അലർജി അങ്ങനെ ആർക്കും ഇല്ലയെന്ന് തോന്നുന്നു.
എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു എന്താ നമുക്ക് ഫേസ് പാക്ക് ആയാലും അതുപോലെ തന്നെ മസാജിങ് ആയാലും പപ്പായ ഇട്ടൊന്ന് മസാജ് ചെയ്യുന്ന ഫേസ് എന്താ പറയുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ഒക്കെ പോലെ എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ ഒരു ഒരു ബ്രൈറ്റായ ഒരു കണക്ക് നമുക്ക് തോന്നും. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ്. ഈ പാക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം പാക്ക് മാത്രം ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പപ്പായ മാഷ് ചെയ്തത്, കടലപ്പൊടി, ഹണി. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം. അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ലെമൺ ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം കണ്ടോ കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്തിരി കട്ടിയിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം തിക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് കഴുകാം, ലൂക്ക് വാം വാട്ടറിൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫേസിൽ, നെക്കിൽ, ചെവിയിൽ, പിന്നെ വേണമെങ്കിൽ പുറത്ത് നമുക്ക് കുളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ബോഡി ഫുൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു ബേബി സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്കിൻ കിട്ടാൻ വേണ്ടി നല്ലതാണ്. ആഫ്റ്റർ കെയർ മോയ്സ്ചറൈസർ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഡാമേജ് ആവും. പിന്നെ ഇങ്ങനത്തെ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്ര അധികം സ്റ്റെപ്പ് ചെയ്യണ കാരണം ഉച്ചതിരിഞ്ഞ് സന്ധ്യ സമയത്തൊക്കെ ചെയ്യാൻ നല്ലത്, വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഫേസ് പാക്ക് ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഈ ഫ്രൂട്ട് ഫേഷ്യലിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പിക് ആയിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ ബൈ.